വെൽക്കം ബാക്ക്. ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഔട്ടിംഗ് വീഡിയോ കേട്ടോ. സാധാരണ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയല്ലേ എടുക്കാറുള്ളത്. പിന്നെ വെറൈറ്റിക്ക് നമുക്ക് ഗോവയിലെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഗോവയിലുള്ള ഒരു മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ പോണത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു 4:30-5 മണിയാകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ ജോലിക്ക് പോയിട്ട് എത്തിയുള്ളൂ. ഏട്ടാ ആള് ഡ്രൈവ് ചെയ്യാണ്. ആളെത്തിയിട്ടേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പൊ ഒരു 4-5 മണിയായി. ഇവക്കുട്ടി ഉറക്കാൻ കിടത്തിയാന്ന് ചോദിച്ചാൽ ഉറങ്ങുകയാണോ? ഉറങ്ങുകയാണ്. അവൾക്ക് ഉറക്കം വന്നിട്ട് കിടക്കുകയാണ്. സാധാരണ നേരത്തെയാണ് ഉറങ്ങാറുള്ളത്. ഇന്നിപ്പോ പോണ കാരണം ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കൽ പർച്ചേസിങ്ങിന് പോകാറുണ്ട് കേട്ടോ. പർച്ചേസിംഗ് ഉദ്ദേശിച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ എടുക്കാൻ പോകാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മാളിലാണ് പോവുക. അപ്പോൾ ഇവക്കുട്ടിക്കാണെങ്കിൽ അതൊരു ഇഷ്ടമാണ്. മാളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ടൈമൊക്കെ എൻജോയ് ചെയ്യാമല്ലോ. വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ബോറടിയായിരിക്കും. അപ്പം മാസത്തിലൊരിക്കലും അവളെ ഇതേപോലെ നമ്മൾ മാളിലൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇല്ല ഏട്ടാ, നമ്മളിപ്പോൾ ഗോവയിലോട്ട് വന്നിട്ട് ഇപ്പം എത്രയായിട്ടുണ്ടാവും? ഏതാണ്ട് ഒരു 2.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? 2.5-3 വർഷമായി നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്ര ഗോവയിൽ നിൽക്കുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അല്ലേ ഏട്ടാ? ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. February 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പൊ നമ്മൾ അങ്ങും ഇങ്ങോട്ടൊക്കെ വിഷൊക്കെ ചെയ്തിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ എന്നൊക്കെ ഓർമ്മ വരുന്ന സമയത്ത് നമ്മൾ പണ്ട് സ്കൂളിലേക്കും കോളേജിലൊക്കെ പോണ സമയത്ത് ഈ പയ്യന്മാർ റോസാപ്പൂവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നിൽക്കണം. അതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പൊ നമ്മൾ പേടിച്ചിട്ട് വാങ്ങിക്കാറില്ല. വീട്ടിലറിഞ്ഞ് ചീത്ത പറയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാറില്ല പേടിച്ചിട്ട്. ഡയറി മിൽക്കൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അന്ന്. ചേട്ടൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല ഏട്ടാ? ഞാനൊന്നും കൊടുത്തിട്ടില്ല. നമ്മള് പറയണേ, നമ്മള് വീഡിയോ എടുക്കണൊക്കെ കാരണം നമ്മുടെ അടുത്ത് പറയാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? കണ്ടറിയണം. മുൻപൊക്കെ പരിചയമുള്ള ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോന്ന്. അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ലേറ്റ് ആവും കേട്ടോ. കാരണം ഇവക്കുട്ടിനെയും കൊണ്ടും നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം വീഡിയോ എടുത്താലും നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും കേട്ടോ അത് അപ്ലോഡ് ആക്കുക. എന്തായാലും ആ ടൈമിൽ കാണുകയാണെങ്കിൽ കൂടിയിട്ട് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ കേട്ടോ. അപ്പോൾ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹാപ്പി വാലന്റൈൻസ് ഡേ. അങ്ങനെ ഇത് നമ്മൾ മാർക്കറ്റിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ മാർക്കറ്റിൽ ഇത് 2 സൈഡിലോട്ട് ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഡെയിലീസിന് വേണ്ടിയിട്ടുള്ള ടീഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് കേട്ടോ ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. നല്ല അഫോർഡബിളായിട്ട് കിട്ടുകയും ചെയ്യും. തപ്പിപ്പിടിച്ച് എടുത്തു കഴിഞ്ഞെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളത് അവിടെ വന്ന് ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കുന്നായി കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്നിങ്ങനെ നോക്കി എടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് ഡ്രസ്സിൻ്റെ ആണെങ്കിൽ വേറെ ഭാഗത്ത് ഓരോരോ സാധനങ്ങൾ, ഫ്രൂട്ട്സ്, അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെ വലിയ മാർക്കറ്റാണ്. അപ്പോൾ ഗോവയിലോട്ട് വരുന്നവർ മപ്സ സൈഡൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് മാർക്കറ്റ്. അപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നതൊന്നും നോട്ട് ചെയ്ത് വെച്ചോളും. എല്ലാം കിട്ടും കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിതാ ടീഷർട്ടൊക്കെ എടുത്തിട്ട് പോവുകയാണേ. അങ്ങനെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് എത്തിയിട്ട് ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ചെരുപ്പും ടീഷർട്ടൊക്കെ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കലാണ്. ഇവക്കുട്ടി ഉറങ്ങി എണീറ്റതാണ്. ഹായ് പറ. അപ്പോൾ ഇവക്കുട്ടിക്ക് ഉറങ്ങി വെച്ചപ്പോൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ലൈസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലേ? യെസ്. ഇരുത്തണമെന്നില്ലേ? എന്തിനാ ഇരുത്തി? നടക്ക്. നമ്മൾ മാളെത്തിയിട്ടോ. മാളെത്തിയപ്പോൾ അവൾ പറയുന്ന കാര്യം അവിടെ കുറച്ച് ബൈക്കും കാറെല്ലാം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു റൈഡ് വരും, അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ മാളിൽ വരാൻ തുടങ്ങിയതിന് ശേഷം അവൾക്ക് കണ്ടിട്ടുള്ള ഒരു പരിപാടിയാണിത്. അപ്പോൾ ബൈക്കിലിരിക്കണം എന്നാണ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ സാധാരണ റെഡ് കാർ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുക. ഇന്നിപ്പോൾ ബൈക്കിലിരിക്കണം എന്നാണ് പറഞ്ഞത്. ബൈക്കിൽ ഇവൾക്ക് പറ്റില്ല കേട്ടോ. ഇത് സ്വന്തമായിട്ട് ഓട്ടിക്കേണ്ടതാണ് ബൈക്ക്. അപ്പോൾ അത് കാരണം ഇവൾക്ക് അറിയാത്ത കാരണം കാറിൽ തന്നെ ഇരുത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറിലിരുത്താൻ പോവുകയാണ്. അതാകുമ്പോൾ നോക്കുമ്പോൾ കാറിലേക്ക് ഇരുന്നതിന് ശേഷം കുറച്ച് റൗണ്ട് ആകുമ്പോഴേക്കും ഇടയിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാറ്.
ഓരോ പ്രാവശ്യം പോകുന്ന സമയത്ത് ഓരോ കാറായിരിക്കും. എന്തായാലും ഒരു മന്ത്ലി വൺസ് മാളിക്ക് പോകുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം അല്ല ഓരോ മാസത്തിലും ഓരോ കാറായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ റെഡിലിരുന്നാൽ പിറ്റേ ദിവസം ഓറഞ്ച്, പിറ്റേ ദിവസം വേറെ അങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. ബൈക്കിൽ മാത്രം ആൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇതാ അവളൊരു റൗണ്ട് അടിച്ചിട്ട് വരികയാണ്. അങ്ങനെ ഇതാ കാറെല്ലാം ഓട്ടിച്ച് വന്നതിന് ശേഷം പിന്നെ ഇതാ അവൾക്ക് ഇതാ ഇതിലും കയറണം എന്ന് പറഞ്ഞിട്ട് ഇതിലും കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മേലോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവൾക്ക് താഴെ ഇരുന്ന് നമുക്ക് സാധനം വാങ്ങിക്കേണ്ടത്. അവൾക്ക് കയറണം എന്ന് പറഞ്ഞ കാരണം ജസ്റ്റ് ഒന്ന് മേലെ പോയിട്ട് താഴേക്ക് ഇതാ ഇറങ്ങി വരികയാണ്. എത്ര കയറിയാലും എനിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു പേടിയാണ് കേട്ടോ. അവൾക്കത് ശീലമായി. അവൾക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ അതിന് മുൻപ് പോയിട്ട് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് എൻ്റെ കയ്യിൽ. അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഫോണ് കയ്യിലുണ്ടായിരുന്നു. ഞാൻ കൈ അറിയാതെ തട്ടിയപ്പോൾ താഴെ വീണ് അതിൻ്റെ ഡിസ്പ്ലേ പോയിട്ടോ. അപ്പോൾ അതിന് സങ്കടത്തിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അതെല്ലാം ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ എന്തെല്ലാം എടുത്തതെന്നുള്ളത്. അങ്ങനെ ഇതാ നമ്മളിതാ ബാസ്ക്കറ്റെല്ലാം എടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ നോക്കുന്നത്. ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ആ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിച്ച് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. കൂട്ടിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താണ്. ഇതിലൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടായിരുന്നു. അത് കഴിച്ചപ്പോൾ നാക്ക് ഫുള്ളായിട്ട് റെഡായി. അപ്പോൾ അത് വീഡിയോ വെച്ചിട്ട് അവൾ നോക്കുകയാണേ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു നൂഡിൽസും ഫ്രൈഡ് റൈസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചു തുടങ്ങി. കുട്ടി കഴിക്കില്ല കേട്ടോ. പോണ വഴിക്ക് വല്ല റൊട്ടി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കണം. കാറിലാകുമ്പോൾ ഇരുന്ന് കഴിക്കും. ഇവിടെ ആകുമ്പോൾ ഇരുന്ന് കഴിക്കില്ല. വീഡിയോ ഓണാക്കി എന്ന് പറഞ്ഞ സമയത്ത് ഓരോ എക്സ്പ്രഷൻ ഇട്ട് കാണിക്കുകയാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ചിരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവളെ കൊണ്ട് കാണിച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതാ കാണിച്ചു കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടോ. എത്തിയപാട് തന്നെ ഇതാ കാറ് നിർത്തിയ സമയത്ത് ഒരു നായ്ക്കുട്ടി ഓടി വരണേ. നമ്മളിത് പ്രസവിച്ചിരിക്കുന്ന സമയത്ത് ഈ നായിനെ കണ്ടതാട്ടോ. പിന്നെ കണ്ടത് ഇപ്പോഴും ആൾ ഭയങ്കര എനർജി ആയിരുന്നു. നമ്മൾ എത്തുമ്പോൾ തന്നെ രാത്രി 12 മണിയായി. എന്നിരുന്നാലും അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് മാളിൽ പോയിട്ട് എടുത്തിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ബ്ലാക്ക് ടീഷർട്ട്. ഇപ്പം എൻ്റെ ബ്ലാക്ക് ടീഷർട്ട് ഇല്ല. ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി തുണി നല്ല തുണിയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. നന്നായിട്ട് ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ സിമ്പിളായിട്ടുണ്ട്. ഇതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ടീഷർട്ട് ഇതിൽ ബാക്കിലാണ് കേട്ടോ. ഇത് ബാക്കിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ മാത്രമേ ഉള്ളൂ. ഇത് നല്ല തുണിയാണ്. പിന്നെ ഇത് ഒരു സിമ്പിളായിട്ടൊരു ടോപ്പ്. ജസ്റ്റ് നല്ല ലോങ് ടോപ്പാണ്. ലോങ് ടോപ്പ്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നോക്കി വെച്ചതായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എടുത്തിട്ട് സൈസ് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഇപ്പോഴെടുത്തത്. ഇത് നന്നായിട്ടുണ്ട്. ഇതും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും. ബായ്.